ഹായ് ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നേ ഒരു പോർക്ക് ഫ്രൈയുടെ റെസിപ്പിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പോർക്ക് ഫ്രൈ ചെയ്യാമെന്ന് അറിയാം, പക്ഷെ എന്നാലും ഞാൻ ചെയ്യുന്ന വിധം നമുക്കൊന്ന് കാണാം. അപ്പം റെസിപ്പിയിലേക്ക് പോകാം. 1 കിലോ പോർക്ക് കഴുകി ചെറുതായി ഞുറുക്കിയെടുത്ത് കഴുകിയെടുത്ത് വെച്ചേക്കുവാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് നെയ്യൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട്, എങ്കിലേ ഇത് ഫ്രൈ ആക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഇതിലേക്ക് ഞാൻ 1.5 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, അതിൻ്റെ ക്യൂബാണിത്. അതും കുറച്ച് കറിവേപ്പിലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം. അതുപോലെ തന്നെ ഇപ്പം ഞാൻ 1 ടീസ്പൂണ് ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് മസാലകൾ നമുക്ക് ചെറിയതായിട്ടൊന്ന് എണ്ണയിലൊന്ന് വഴറ്റി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. അപ്പം ഒരു പാൻ ചൂടായപ്പോൾ ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അതിലേക്ക് 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത്. എനിക്ക് ഒരുപാട് എരിവ് വേണ്ട, അതുകൊണ്ടാണ്. ഇവിടെ മക്കളൊക്കെ കഴിക്കേണ്ടതുകൊണ്ട്. അതുപോലെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല 1 ടീസ്പൂണ്. ഇതെല്ലാം കൂടെ ചേർത്താണ് ഇപ്പം ചെറുതായിട്ട് ഇത് ചെറിയ തീയിലിട്ട ഒന്ന് വഴറ്റിയിട്ട് ഈ പോർക്കിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് കുക്കറിൽ വെന്തെടുക്കാം. അപ്പം ഇതെല്ലാം ചെറുതായിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുക്കറിൽ ഒരു 3-4 വിസില് അടിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ഇറച്ചി വറുക്കുന്നത് കാണിക്കാം. അപ്പോൾ ഒരു 3 വിസിലായി, പ്രഷറൊക്കെ പോയിട്ട് കുക്കറിൽ ഇങ്ങനെ നമ്മുടെ പോർക്ക് ഇരിപ്പുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിനകത്ത് അഥവാ പോർക്ക് ഫുള്ള് വെന്തില്ലെങ്കിലും ഇനി നമ്മൾ എണ്ണയിൽ കിടന്ന് വരട്ടുമ്പോൾ അത് വെന്തോളും. ഞാനൊരു പീസ് എടുത്തൊന്ന് ചെക്ക് ചെയ്യട്ടെ. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ 2 സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിലാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മളുടെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ആ ഉപ്പ് ഒരു 1/2 ടീസ്പൂണാണ് ഞാനിപ്പോൾ ഇട്ടത്. ഇനി ഇതെല്ലാം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ ഈ തേങ്ങ കൊത്തി കിടന്ന് ഇതൊന്ന് പച്ചമണം മാറട്ടെ. ഇതിലേക്ക് നമുക്ക് ഇനിയും 2 മീഡിയം സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ സവോളയൊക്കെ ഒന്ന് നല്ലവണ്ണം വഴന്ന് ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ കുറച്ച് മസാലകൾ ഡ്രൈ റോസ്റ്റ് ചെയ്താണല്ലോ ഇതിനകത്ത് ഇട്ടത്, പോർക്കിലിട്ട് വേവിച്ചത്. ഇനി എന്നാലും നമ്മൾ ഇതിൽ വറക്കുമ്പോൾ ഇതിനകത്തെല്ലാം ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയുള്ള മസാലകൾ ഞാൻ ഇനിയും മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഇനിയും ഒരു 1.25 ടേബിൾ സ്പൂണാണ് കാശ്മീരി ചില്ലി പൗഡർ. ഇതിനകത്ത് കൂടുതലും വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണ്. കുറച്ച് ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടിയത് ഇതിനകത്ത് കുരുമുളകാണ്. ആ കുരുമുളക് നമ്മൾ ഒരുപാട് പൊടിയല്ല, ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കുവാണ്. ഇതിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്താണ് ചേർക്കുന്നത്. അതെല്ലാം കൂടെ ഇനി ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞ് നമുക്ക് പോർക്കിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ പോർക്കിനകത്ത് ഒരു കുറച്ച് ഗ്രേവി കിടപ്പുണ്ട്, ഒരുപാടില്ല. ഇത് ഇനിയും ആ ചെറിയ തീ കിടന്ന് ഇളക്കി പറ്റുമ്പോൾ അതെല്ലാം പറ്റി പോയിക്കോളും. നല്ല വരട്ടിയെടുക്കാൻ വേണ്ടിയാണ് പോർക്ക്. ഒരു കുറച്ചുകൂടെ വലിപ്പമുള്ള പാത്രമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇനി ഇതൊന്ന് പാനൊന്ന് മാറ്റേണ്ടി വരും, എന്നാലേ ഇളക്കാനൊക്കെ സൗകര്യമുള്ളൂ. ഇപ്പം ഞാൻ പാനൊന്ന് ചേഞ്ച് ചെയ്തു.
കാര്യം നല്ല വിസ്താരമുള്ള പാനിനകത്ത് കിടന്നാലേ അത് നല്ലവണ്ണം നമുക്ക് വരട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇനിയും തുറന്നിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലൊരു കുറച്ച് ഗ്രേവി ഉണ്ട്, അതൊക്കെ ഒന്ന് പറ്റിയെടുത്ത് പൊക്കോളും. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പൊ ഇരിക്കുന്നത് തീ. നല്ല അടിപൊളി ഒരു പോർക്ക് ഫ്രൈ ആണ് റെഡി ആയേക്കുന്നത്. അതിനകത്ത് ലാസ്റ്റ് വാങ്ങുന്നതിന് മുമ്പേ കുറച്ച് കുരുമുളകൊക്കെ ചതച്ചിട്ടു. അപ്പൊ അതിൻ്റെയൊക്കെ ആ ടേസ്റ്റ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. നിങ്ങൾ എല്ലാവരും എൻ്റെ റെസിപ്പികൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ഓൾ. ബൈ.